ഹായ് ഫ്രണ്ട്സ്, ദമാം സ്കൂളിലേക്കുള്ള ടീച്ചർ വേക്കൻസിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദമാമിലുള്ള അൽ മൂന ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ടീച്ചർ വേക്കൻസി ഉണ്ട്. അക്കൗണ്ട്സ്, ബിസിനസ്, ഇക്കണോമിക്സ് സബ്ജക്റ്റിലാണ് വേക്കൻസി ഉള്ളത്. ഫീമെയിൽ ടീച്ചേഴ്സിനെയാണ് അവർ നോക്കുന്നത്. നാട്ടിലുള്ളവർക്ക് വിസ സെൻഡ് ചെയ്തു തരുന്നതാണ്. ഇനി നിങ്ങൾ സൗദി അറേബ്യയിലോ മറ്റേത് രാജ്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്കും ഈ ജോബിന് വേണ്ടി ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന്റെ മുമ്പ് ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിഗ്രി ആൻഡ് BEd ആണ് അവർ ചോദിക്കുന്നത്. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് അൽ മുന ഇന്റർനാഷണൽ സ്കൂൾ ദമാം ഗേൾസ് സെക്ഷൻ എന്ന് കൊടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ലിങ്ക് ഞാൻ കൊടുക്കാം. എന്നിട്ട് ആ സ്കൂളിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് സ്കൂളിന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെ കാണാം കോണ്ടാക്ട് അസ്. അവിടെ നെയിം, നിങ്ങളുടെ ഇമെയിൽ ID, സബ്ജക്റ്റ്, പിന്നെ നിങ്ങളുടെ മെസ്സേജ് എന്നുള്ളിടത്ത് നിങ്ങളൊരു കവർ ലെറ്റർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു CV, കവർ ലെറ്റർ എന്നിവ ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് recruit@iitns.com, അതില്ലെങ്കിൽ +917011228956. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇതൊരു വിസ ജോബിന്റെ പോസ്റ്റ് ആണ്. അപ്പൊ ഇനി പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, ഇനി പാസ്പോർട്ടിന് കൊടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇന്നലെ നമ്മൾ ഇന്ത്യൻ സ്കൂളിലെ വേക്കൻസി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു 6 month എങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉള്ളവർ മാത്രം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുക. കാരണം വിസ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം 6 month എങ്കിലും പാസ്പോർട്ടിൽ ടൈം ഉണ്ടായിരിക്കണം. എക്സ്പയർഡ് ആവാനായിട്ടുള്ള പാസ്പോർട്ട് ആക്സെപ്റ്റഡ് അല്ല, പാസ്പോർട്ട് ഇല്ലാത്തത് ഒട്ടും ആക്സെപ്റ്റഡ് അല്ല. ഇപ്പൊ ഗൾഫിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ പാസ്പോർട്ട് ഒക്കെ എടുത്തു വെക്കുക, അതുപോലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നലെയാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് തന്നത്. അപ്പൊ അവര് പറയുന്നുണ്ട് ഇക്കണോമിക്സ്, അക്കൗണ്ട്സ്, ബിസിനസ് സ്റ്റഡീസ് ടീച്ചേഴ്സ് ഫീമെയിൽ ടീച്ചേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് അവർ പറഞ്ഞു യെസ് എന്ന്. അപ്പൊ ഞാൻ അവരുടെ തന്നെ നമ്പർ ചോദിച്ച് അവർ തന്നതാണ് അവരുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും. മൊബൈൽ നമ്പറിൽ ഇന്ത്യൻ കോഡ്, നമ്മുടെ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ നോക്കുക. +91 എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇനി ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് CV ഉണ്ടാക്കുക എന്നറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ സ്റ്റാഫിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്താൽ ഒരു ഇന്റർനാഷണൽ ജോബിലേക്ക് CV, കവർ ലെറ്റർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കംപ്ലീറ്റ് ഗൈഡൻസ്, അതായത് CV, കവർ ലെറ്റർ അതെങ്ങനെയാണ് HR സെൻഡ് ചെയ്യേണ്ടത്, അത് കൊടുത്താൽ എന്തായാലും HR നമ്മളെ വിളിക്കും അല്ലെ, സ്കൂളിലേക്ക് ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രസ് കോഡ് എങ്ങനെയാണ്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുക, റിട്ടേൺ എക്സാം എങ്ങനെ കൊടുക്കുക, ഡെമോൺസ്ട്രേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഓൺ ടൈം ഡെമോ, പ്രിപ്പയർഡ് ഡെമോൺസ്ട്രേഷൻ എങ്ങനെ കൊടുക്കേണ്ടത്, അതുപോലെ നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂ, വെർച്വൽ ഇന്റർവ്യൂ, ടെലിഫോണിക് ഇന്റർവ്യൂ, ഓട്ടോമേറ്റഡ് ഇന്റർവ്യൂ, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജോബ് നമുക്ക് തന്നെ പെർമനന്റ് ആയി കിട്ടുന്നത് എങ്ങനെയാണ്, പ്രൊമോഷൻ എങ്ങനെയാണ് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സ്കൂളിൽ ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മുതൽ അതിന്റെ ഇന്റർവ്യൂ കൊടുത്ത് ജോബ് കിട്ടി അവിടുത്തെ മോസ്റ്റ് വാണ്ടഡ് എംപ്ലോയി ആകുന്നത് എങ്ങനെയെന്നുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് കൊടുത്തിട്ടുള്ള ട്രെയിനിങ് ക്ലാസ് ആണത്. അപ്പോൾ അത് അവൈലബിൾ ആണ്. ഇപ്പൊ റമദാനിന്റെ ഓഫർ പ്രൈസിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സ്കൂള്, ഗൾഫ് സ്കൂളുകളിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലേക്ക് നേരിട്ട് പോയാൽ നിങ്ങളുടെ CV ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇവിടെ നമ്മൾ സ്കൂൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ CV കൊടുക്കേണ്ടത് ഒന്നുകിൽ ഇമെയിലിലൂടെ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കൊടുക്കാം.
അതല്ല, നിങ്ങൾ CV നമ്മുടെ സ്റ്റാഫിന് കൊടുത്താൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടും അവർക്ക് CV കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ സ്കൂളിന്റെ വെബ്സൈറ്റിലൂടെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.